Our Honorable former Chief Minister Amma wrote again in June 2014 and October 2015 to the then Prime Minister Modi ji, urging the centre to withdraw the UPA second's own review petition and respect the earlier judgment striking down NEET. Sir, the review petition, your Amma, the review petition that kept this examination alive in the courts was filed under the UPA government, headed by the Congress. Respect the earlier judgment striking down NEET. Sir, the review petition, your Amma, the review petition that kept this examination alive in the courts was filed under the UPA government, headed by the Congress. രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് വെച്ചിട്ട് തള്ളക്ക് വിളിയും കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കാൻ ഈ RSS ഒറ്റുകാരനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? സ്വന്തം അമ്മയെ മറ്റുള്ളവരിങ്ങനെ സ്മരിക്കുന്നത് കണ്ടിട്ട് ഇളിച്ചോണ്ടിരിക്കാനല്ലാതെ മറ്റാർക്കാണ്, ഈ ഒറ്റുകാരനല്ലാതെ മറ്റാർക്കാണ് ഇതിന് സാധിക്കുക? അല്ലേ? ഗതികേടിന്റെ ഒരു പര്യായമാണ് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്, അല്ലേ? ജോൺ ബ്രിട്ടാസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ഈ കൊരശീലമാക്കിയപ്പോൾ ജോൺ ബ്രിട്ടാസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള ADMKയുടെ MP ആയിട്ടുള്ള തമ്പിദുരൈ ഈ പറയുന്ന പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ബില്ല് കൊണ്ടുവന്നു. അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ ജയലളിത സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്ത ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് വിച്ചമ്മ ഏതമ്മ എന്നാണ് ചോദിക്കുന്നത്. ഒരു തവണ ചോദിച്ചു, 2 തവണ ചോദിച്ചു, 3 തവണ ചോദിച്ചു. വീണ്ടും ആവർത്തിച്ചപ്പോൾ നിന്റെ തള്ള എന്ന് പാർലമെന്റിനകത്ത് വെച്ച് കേൾക്കേണ്ടി വന്നു. അവസാനം സ്പീക്കർക്ക് മുന്നിൽ കൈകൂപ്പി കാണിക്കേണ്ടിയും വന്നു. എന്തൊരു ഗതികെട്ടവനാണ് ഈ ഗതികെട്ടവനാണ്. ഇവന്റെ ഗതികേട് മാറ്റാനായിട്ട് ശിവൻകുട്ടി എന്ന് പറയുന്ന തെരുവ് ഗുണ്ടയെ 2 അടിച്ചില്ലെങ്കിൽ മൂപ്പർക്ക് കൈയും കാലും വറക്കും. ആ തെരുവ് ഗുണ്ടയെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് ഒപ്പിടിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ ഇങ്ങനെ കുരക്കാണ്. അതിനിടയിൽ നബി വചനം എന്നൊക്കെ പറഞ്ഞ് പല വചനങ്ങളും ഒക്കെ പറയുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. ഒരൊറ്റ കാര്യം നമുക്ക് ചോദിക്കാനുള്ളൂ ജോൺ ബ്രിട്ടാസിനോടൊക്കെ ഈ കാര്യത്തിൽ. എന്താണ് ജോൺ ബ്രിട്ടാസിനോട് ചോദിക്കാനുള്ളത്? ഇപ്പോൾ 2025 ആർക്ക് ഇതിൽ ഒപ്പിട്ട സിറ്റുവേഷനൊന്നും നമ്മൾ പറയുന്നില്ല, ഒരുപാട് തവണ പറഞ്ഞതാണ്. അങ്ങനെ ഒപ്പിട്ടു, വളരെ രഹസ്യമാക്കി, വളരെ ഗൂഢമായി, രാത്രിക്ക് രാത്രി വെടിവെക്കാൻ പോകുന്ന രീതിയിൽ പോയിട്ട് ഒപ്പിട്ട് വന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞപ്പോൾ, വെടിവെച്ചത് പുറത്തറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 7 മാസം ലഭിച്ചു. അതായത് ഒപ്പിട്ട് കഴിഞ്ഞിട്ടും സമയം കിട്ടി ഇഷ്ടം പോലെ. ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഇവരിത് പിന്മാറാൻ തയ്യാറാവാതിരുന്നത് എന്താ? എന്തുകൊണ്ട് പിന്മാറിയില്ല? അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ഒപ്പിട്ടു, ആരെയും അറിയിക്കാതെ ഒപ്പിട്ടു, പക്ഷെ പിടിക്കപ്പെട്ടു, ചർച്ചയായി, മുന്നണിക്കകത്ത് വലിയ രീതിയിൽ ചർച്ചയായി. എന്നിട്ടും മുന്നണിയിൽ ഇത്ര വലിയ ചർച്ചകൾ ഉണ്ടായിട്ടും എന്തേ ഇതിൽ നിന്ന് ഒപ്പിട്ട ആളുകൾ ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയാത്തത്? ഇനി അന്ന് അങ്ങനെ പിന്മാറിയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമായിരുന്നോ? അപ്പൊ അന്ന് എന്തായിരുന്നു ലക്ഷ്യം എന്നറിയോ? കാരണം പിണറായി വിജയന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഇതിൽ ഒപ്പിട്ട് തന്നെ PM ശ്രീ കണ്ടങ്ങ് ബോധിച്ചിട്ടൊന്നുമല്ല. വീണയെയും വിവേകിനെയും മുന്നിൽ നിർത്തി ചെക്ക് വെച്ചപ്പോഴാണ് പിണറായി വിജയൻ ഒപ്പിട്ടത്. ഇനി പിന്മാറിയാൽ പിണറായി വിജയൻ അറിയാം വീണയും വിവേകും ചെക്ക് മാത്രമായിരുന്നു, ഇനി പിന്മാറിക്കഴിഞ്ഞാൽ അകത്താകുമെന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ പിന്മാറാതിരുന്നത്. അപ്പൊ പിണറായി വിജയൻ തൻ്റെ സുരക്ഷിതത്വമാണ് നോക്കിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇനി വരുന്നവർ അവരുടെ തലയിൽ, അപ്പോൾ തങ്ങൾ പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ അവരെ അടിക്കാനുള്ള ഒരു വടി കൂടി ആകും എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. നമ്മൾ ഇത്രയൊന്നും ചർച്ചകൾ ഉണ്ടാവില്ലായിരുന്നോ? ഈ ഇങ്ങനെ ഒരു PM ശ്രീ ഒരു വിഷയമേ ഉണ്ടാവുമായിരുന്നില്ലല്ലോ.
പിണറായി വിജയൻ ഇതിൽ ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമായിരുന്നോ? ഇനി ഒപ്പിട്ടു, പിന്മാറാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ആയിക്കോട്ടെ, എന്തേ പിണറായി വിജയൻ പിന്മാറാതിരുന്നത്? 7 മാസം ഉണ്ടായല്ലോ, എന്താ പിണറായി വിജയൻ പിന്മാറാതിരുന്നത്? വെരി സിമ്പിൾ, അത്ര പോരെ. അപ്പൊ അതെന്ത് ചെയ്യാതിരുന്നത്? അതിന് മറുപടിയില്ല അല്ലേ? അപ്പോ ഇങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാ. ഇവിടെ വളരെ കൃത്യമായിട്ട് ഇവനൊക്കെ ഈ മുന്നമാരാണെന്നേ, ഒറ്റുകാരനാണ്. ഒറ്റുകാരൻ എന്ന് പറഞ്ഞാല് രാത്രികാലങ്ങളിൽ ഡൽഹിയിൽ മുട്ടിൽ നിന്ന് പരിപാടി നടത്തുന്ന ആളുകളാ. അതല്ലെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങള്, ഇതില് മുന്നണി അറിഞ്ഞിട്ടില്ല, CPI അറിഞ്ഞിട്ടില്ല. എന്തിന് ഇവരൊക്കെ വിടാം നമുക്ക്. ആരെ? മുന്നണി, CPIയെ വിടാ, LDFനെ വിടാ, ബിനോയ് വിശ്വത്തെ ഒഴിവാക്ക, എല്ലാരെയും ഒഴിവാക്ക. അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല ഒപ്പിട്ട കാര്യം. വാർത്താ മാധ്യമങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി അറിയുന്നത്. അപ്പോ ആ MA ബേബി അറിയാത്ത കാര്യം വെറും രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസ് അറിഞ്ഞെങ്കിൽ, ജോൺ ബ്രിട്ടാസ് അറിഞ്ഞു എന്ന് മാത്രമല്ല, പ്ലാനിങ് മൊത്തം ജോൺ ബ്രിട്ടാസിൻ്റെതായിരുന്നു. എങ്ങനെ പോകണം, എപ്പോൾ പോകണം, എങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ ഡീലാക്കണം എന്നുള്ള എല്ലാ ചർച്ചകളും ജോൺ ബ്രിട്ടാസിൻ്റെതായിരുന്നു. അപ്പൊ ഈ ജോൺ ബ്രിട്ടാസ് ഇതറിഞ്ഞു, പക്ഷേ ബേബി അറിഞ്ഞില്ല. ജോൺ ബ്രിട്ടാസ് പ്ലാൻ ഇട്ടു, പദ്ധതി ഇട്ടു, നടപ്പിലാക്കി, പക്ഷെ എന്നിട്ടും ബേബി അറിഞ്ഞില്ല. അതാണ് സഖാവ് ബേബി. അഖിലേന്ത്യാ സെക്രട്ടറി അറിഞ്ഞില്ല, പക്ഷെ ബ്രിട്ടാസ് അറിഞ്ഞു. ബ്രിട്ടാസ് കൊണ്ടുപോയി, കൈപിടിച്ച് കൊണ്ടുപോയി കാവല് നിന്നു. വെടിവെച്ച് വരുന്നത് വരെ പുറത്ത് കാവല് നിന്നു ബ്രിട്ടാസ്. പക്ഷെ വെടിവെക്കാൻ പോയതും വെടിവെച്ചതും ബ്രിട്ടാസ് കാവല് നിന്നതും അഖിലേന്ത്യാ സെക്രട്ടറി അറിഞ്ഞില്ല. അപ്പൊ ഇവൻ മുന്നേയല്ലേ പാർട്ടിയെ, ഇവൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്നിൽ നിന്ന് കുത്തി എന്ന് മാത്രമല്ല, ഈ പറയുന്ന പാർട്ടിയെയും പിന്നിൽ നിന്ന് കുത്തി അല്ലേ? ഈ പിന്നിൽ നിന്ന് കുത്തലാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ? പിന്നിലായിരിക്കുന്ന, പിന്നിലിരുന്ന് ചോദിക്കുകയാണ് വിച്ചമ്മ നിന്റെ തള്ള എന്ന്. അതല്ലേ അയാൾ ഇംഗ്ലീഷിലാ പറഞ്ഞ യുവർ മദർ എന്ന്. അതിന്റെ മലയാളം എന്താ? നിന്റെ തള്ള. തള്ളക്ക് വിളി കേട്ടപ്പോ നല്ല സമാധാനായി ബ്രിട്ടാസിന്. പിന്നെ വാ തുറന്നിട്ടില്ല, പിന്നെ കൈകെട്ടിയിരുന്നു. ഇതാണ് എരന്ന് വാങ്ങുക എന്ന് പറയുന്നത് കേട്ടില്ലേ? എരന്ന് വാങ്ങുക എന്ന് പറയുന്നത് കേട്ടില്ലേ? ഇതാണ് സംഭവം. നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് മൂപ്പര് അതിപ്പോ എന്തായാലും കുഴപ്പമില്ല, മൂപ്പർക്ക് എന്തെങ്കിലും കിട്ടണം. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, കൈ നീട്ടി വാങ്ങും. കിട്ടണം എന്തെങ്കിലും. ഒന്ന് കിട്ടാതിരുന്ന അന്നത്തെ ദിവസം ഭയങ്കര സങ്കടമാണ് ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പൊ ഇത്തരം മുന്നമാര്, ഞാനിപ്പോ ഇന്നലെ ഇവന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഈ PM ശ്രീയിൽ ഒപ്പിടാൻ ഇതിന്റെ പാലമായി നിന്ന് സംഘ് പരിവാറിനും പിണറായി വിജയനും ഇടയിലെ പാലം, സംഘ് പരിവാറിനും CPMനും ഇടയിലെ പാലമെന്ന് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യത്തിൽ സംഘ് പരിവാറും പിണറായി വിജയനുമാണ്. പാർട്ടി അറിഞ്ഞിട്ടില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, ഘടകകക്ഷികൾ അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റിലെ ബാക്കിയുള്ള മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ CPM ആണെന്ന് പറയാൻ പറ്റൂല. പിണറായി വിജയനും RSSും തമ്മിലുള്ള ഡീലിൽ ഈ പറയുന്ന ബ്രിട്ടാസ് ആയിരുന്നു ഇതിൻ്റെ പാലം. ആ പാലമാണ് ഇപ്പോൾ തള്ളക്ക് വിളി കേട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല ഇങ്ങനെ തള്ളക്ക് വിളി കേൾക്കേണ്ടി വന്ന ഒരുത്തൻ അല്ലേ? ബ്രിട്ടാസിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല, പാവം. ഉണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ആ അമ്മ ജന്മം നൽകിയതിന് ഖേദിക്കുന്നുണ്ടാകും അല്ലെ? രാജ്യത്തിന്റെ പാർലമെന്റിൽ പോയിട്ട് തള്ളക്ക് വിളി കേൾക്കേണ്ടി വരുന്ന ഒരു വ്യക്തി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണോ? അമ്മാതിരി പണിയല്ലേ. ഇവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണെന്നേ.
ഈ കയ്യിലിരിപ്പാണ് ഇവന്റെ പ്രശ്നം. ഇപ്പൊ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോ തമിഴ് ന്യൂസ് ചാനലുകളിലൊക്കെ വലിയ ചർച്ചയാ. തമിഴ്നാട്ടിൽ വലിയ വൈറലാണ് ഈ സംഭവം. ഇത് ബ്രിട്ടാസിന് മാത്രമല്ല, വിമർശനം കേരളത്തിന് ഒന്നടങ്കമാണ്. മലയാളിക്കെതിരെയാണ് വിമർശനങ്ങൾ മൊത്തം വരുന്നത്. ഇവരെ പോലെയുള്ള ചെറ്റകൾ ചെയ്തു വെക്കുന്നത് അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. അങ്ങനെ നിങ്ങൾ തമിഴ് ചാനലുകളിൽ എടുത്ത് പരിശോധിച്ച് നോക്ക്. തമിഴ് ചാനലുകളിൽ ഇന്നലത്തെ ദിവസം ഈ വാർത്ത, ഇതിൻ്റെ ചർച്ചകൾ ഇതുമായി ചുറ്റിപ്പറ്റിയ ഇനി തമിഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇത് കേൾക്കാൻ കഴിയും, ഇത് കാണാൻ കഴിയും നിങ്ങൾക്ക്. അവിടെ ബ്രിട്ടാസിനെതിരെ മാത്രമല്ല, മലയാളിക്കെതിരെ, കേരളത്തിനെതിരെ ഒന്നടങ്കം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരികയാണ്. നമ്മൾ മറ്റേ എമ്പുരാനിൽ കണ്ട ആ മുന്നയുണ്ടല്ലോ, ആ മുന്നയുടെ തനിയാവർത്തനമാണ് ഈ ബ്രിട്ടാസ് എന്ന് പറയുന്നവൻ. അസൽ RSSന്റെ ഒറ്റുകാരൻ, ഏജന്റ്, അതാണ് ഇവൻ. സ്വാഭാവികമായിട്ടും PM ശ്രീയുമായി ബന്ധപ്പെട്ട ഇപ്പം നടക്കുന്ന എല്ലാ ചർച്ചകളും പിന്നെ PM ശ്രീ എന്ന് പറയുന്ന ഒരു ഊരാക്കുടുക്കും. അത് ഊരാക്കുടുക്കാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇതിൽ ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. ഇത് ഒപ്പിട്ടിട്ട് പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് ലീഗൽ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു ലീഗൽ പ്രത്യാഘാതങ്ങളല്ല, ഒരു പ്രൊസീജിയർ വൈസുള്ള, ടെക്നിക്കൽ വൈസുള്ള ഒരു പ്രത്യാഘാതങ്ങളല്ല. മറിച്ച് ഓൾറെഡി അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഒരു വടി കൊടുക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയൻ ചെയ്തത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മക്കളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്ത്? പിണറായി വിജയന് മുന്നിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ലേഖനത്തിലൊക്കെ എഴുതുമ്പോൾ സമ്മർദ്ദം എന്നൊക്കെ എഴുതും. എന്താണ് സംഭവം? ബ്ലാക്ക് മെയിലിംഗ് ആണ്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയനെ കൊണ്ട് ഇപ്പൊ പിണറായി വിജയൻ ഒപ്പിട്ടപ്പോൾ അശ്ലീലം റഹീം വാർത്താ സമ്മേളനം നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? ഞങ്ങൾ നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. എന്താ ഈ നിർബന്ധിതരായത്? എന്താ ഈ നിർബന്ധിതരായ ആ റീസൺ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? റീസൺ ഈ പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ആ ബ്ലാക്ക് മെയിൽ ചെയ്താണ് പിണറായി വിജയനെ കൊണ്ട് കാര്യം. പിണറായി വിജയൻ നോക്കുമ്പോൾ മക്കളാണോ വലുത് അല്ലെങ്കിൽ കേരളമാണോ വലുത്? പിണറായി വിജയന് മക്കളാണ്. അതാണ് അതിൽ ഒപ്പിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പിണറായി വിജയൻ ഒപ്പിടുമ്പോൾ അറിയായിരുന്നു ഇത് വലിയ പ്രശ്നമാണെന്ന്. അതുകൊണ്ടാണ് അത്ര രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് പോയിട്ട് മറ്റേ നമ്മളെ ജഗതി മീശമാധവനിൽ വെടിവെക്കാൻ പോകുന്ന അതേ രീതിയിൽ പോയത്. എന്തുകൊണ്ടാ? ഇത് പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അത് കഴിഞ്ഞും മാസങ്ങളോളം സമയം കിട്ടിയിട്ടും 6-7 മാസം സമയം കിട്ടിയിട്ടും എന്തേ ഇവർ പിൻവാങ്ങാതിരുന്നത്? ഇവർ പറയുന്നത് ഇപ്പോൾ പ്രൊവിഷൻ ഉണ്ട് എന്നാ. ഇന്നലെ ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ഒഴിവാകാം, പിന്മാറാനുള്ള വഴിയുണ്ട് എന്നാണ് പറയുന്നത്. ശരി, എന്താ നിങ്ങൾ 7 മാസം ഉണ്ടായിട്ട് നിങ്ങൾ പിൻവാങ്ങാതിരുന്നത്? അതിന് മറുപടിയില്ലേ? നിങ്ങൾ എന്തിനാ ഒപ്പിട്ടത്? ഇത്രയും വലിയ പ്രശ്നമുള്ളൊരു സംഭവത്തിൽ എന്തിനു ഒപ്പിട്ടു? അപ്പൊ കസേര നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ശിവൻകുട്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒപ്പിട്ടത് ഈ പുറത്തറിഞ്ഞ ദിവസം, ഞാൻ എൻ്റെ നിലപാട് മാറ്റി. അവനൊന്നും ഒരു നിലപാടും ഇല്ല കേട്ടോ. ഒരു അസൽ തെരുവ് ഗുണ്ടയാ. ആ തെരുവ് ഗുണ്ടക്ക് എന്ത് നിലപാടാ? അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട്. ആ നിലപാട് മാറ്റി എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തന്തയെ മാറ്റിന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരക്കാര് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ചെന്നിരുന്ന് തള്ളക്ക് വിളി കേൾക്കുക. സംഭവം അതത്ര സുഖകരമായ ഒരു വിളിയൊന്നല്ല. പക്ഷേ അത് ജോൺ ബ്രിട്ടാസിന് കേൾക്കേണ്ടി വരുമ്പോൾ അതിലൊരു സുഖം. അത് ആ അമ്മയോട് നമുക്ക് എന്തെങ്കിലും ബുദ്ധി ഉണ്ടായിട്ടൊന്നല്ല. ആ അമ്മ പാപം ജന്മം നൽകിയതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വന്ന ഒരമ്മയാണ് ആ അമ്മ എന്ന് പറയുന്നത്.